വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ സാംസങ് S24 അൾട്ര ഡെലിവർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ആമസോണിൽ നിങ്ങൾക്ക് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ സാംസങ്ങിന്റെ S24 അൾട്ര ആയിരുന്നു ടോപ്പർ എന്നൊക്കെ പറയാവുന്ന ഒരു ഓഫർ എന്നൊക്കെ പറയുന്നത്. 71,999 ആയിരുന്നു പ്രൈസ്. ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്, 73,999 ആയിട്ടുണ്ട്. 2,000-3,000 കൂടിയിട്ടുണ്ട്. അത് ആക്ച്വലി ഇത് നിങ്ങൾക്ക് ഈ റേഞ്ചിൽ ഒരു നല്ലൊരു കിടിലൻ ഫ്ലാഗ്ഷിപ്പ് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്ന ഒരു സാധനം തന്നെയാണ്. എന്തായാലും S24 സീരീസുകൾക്ക് ഇതുവരെയായിട്ട് ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒന്നും റിപ്പോർട്ട് ആയിട്ടില്ല. ഇനിയിപ്പോ സാംസങ് ഇത് ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഫുള്ളി സോൾവ് ചെയ്തോ എന്താ സംഭവം എനിക്ക് അറിയില്ല. എന്ന് വെച്ചാൽ ഇത്രയും കാലം ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ എന്താ പറയാ ഇവരുടെ S23 അല്ലെങ്കിൽ S23 ബാക്കിലുള്ള ഡിവൈസുകൾക്കായിരുന്നു. അപ്പോൾ അവര് തന്നെ റീസെന്റ് കുറച്ചു കാലം മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഉണ്ടാക്കിയ നമ്മുടെ ഡിസ്പ്ലേക്ക് ആയിരുന്നു ഇഷ്യൂ എന്ന്. ഇനിയിപ്പോൾ S24 ഇനിയിപ്പോ ലേറ്റസ്റ്റ് ഡിസ്പ്ലേ ആണോ ഉപയോഗിച്ചെന്ന് വെച്ചാൽ ഫ്ലാറ്റ് സ്ക്രീൻ ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് ഡിസ്പ്ലേ ആണോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെന്ന് അറിയില്ല. എന്തായാലും ഇതൊരു റിപ്പോർട്ടും കാണുന്ന ഇവിടെ നിന്ന് വന്നിട്ടൊന്നുമില്ല ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഭാഗമായിട്ട് S24 സീരീസിന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും 71,999 നിങ്ങൾക്ക് ആക്ച്വലി ഈ പ്രൈസിന് വേറൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഇത്രയും എന്താ പറയാ ഹൈ എൻഡ് സ്പെക് ആയിട്ടുള്ള സാധനം കിട്ടില്ല. വേറെ കാര്യം ഇതിൽ സ്നാപ്ഡ്രാഗൺ Gen 3 ആണ് വരുന്നത് കേട്ടോ. ഇപ്പൊ നമുക്ക് സ്നാപ്ഡ്രാഗന്റെ 8 ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ. ഇപ്പൊ റീസെന്റ് തന്നെ നമ്മുടെ Pixel 10 ചെയ്തിട്ടുണ്ടായിരുന്നു. Pixel 10 നമുക്ക് നോക്കാവുന്ന ഇതിന്റെ പ്രൊസസറിന്റെ പവർ വെച്ച് നോക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് സാധനത്തിന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ഉണ്ട്. അത് പിക്സൽ യൂസ് ചെയ്ത ആൾക്കാർക്ക് മാത്രം അറിയുള്ളൂ കേട്ടോ. അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ തന്നെ ഉള്ളൊരു എന്താ പറയാ ഇപ്പോൾ സ്ക്രീൻഷോട്ടിൽ ഒരു കുറെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു വേറെ ഡിഫറെന്റ് ലെവൽ, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് സത്യം പറഞ്ഞത് ഇതിന്റെ Pro XL മോഡലൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് കുട്ടി ഫോണുകൾ അങ്ങനെ അത്രയ്ക്കും ഇഷ്ടമല്ല ഫ്ലാഗ്ഷിപ്പ്. അതുകൊണ്ടാണ് ഞാൻ അത് വിൽക്കാൻ തന്നെ തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ മൂന്നാമത്തെ ഫോണായിട്ടെന്ന് വെച്ചാൽ എൻ്റെ 3 സിം ഉണ്ട്. എന്ന് വെച്ചാൽ ഒരെണ്ണം നമ്മുടെ പേഴ്സണൽ സിമ്മും 2 ബിസിനസ്സും എൻ്റെ ജോബ് സിമ്മും ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ഫോണുകൾ ഞാൻ മിക്കവാറും ക്യാരി ചെയ്യാറുണ്ട്. അപ്പോൾ ഒരെണ്ണം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇപ്പോൾ എൻ്റെ X200 Pro ആണ്. ഞാൻ ചിലപ്പോഴാണ് ഞാൻ ഇതിലേക്ക് പ്രൈമറി മാറ്റുള്ളൂ സാംസങ്ങിലേക്ക്. എന്താ വെച്ചാൽ ക്യാമറ എന്തുട്ടായാലും അത് തന്നെയാണ് ബെസ്റ്റ് വേറെ കാര്യം. പക്ഷെ എനിക്ക് പെന്നും സംഭവം, അതായത് ബിസിനസ് യൂസ് പെന്നാണെന്ന് വെച്ചാൽ ഞാൻ സാംസങ്ങിന്റെ തന്നെ കുറെ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ സാംസങ്ങിന്റെ വാച്ച് ഉപയോഗിക്കുന്നുണ്ട്, സാംസങ്ങിന്റെ ടാബ്. ഈ എനിക്ക് പെന്ന് ഭയങ്കര യൂസ്ഫുൾ ആണ് സാധനം. അതുകൊണ്ടാണ് ഞാൻ മുമ്പും S23 അൾട്ര വാങ്ങിച്ചപ്പോഴും അതുകൊണ്ട് കണ്ടിട്ട് തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പെന്ന്. പക്ഷെ അത് ഞാൻ വിറ്റു നമ്മുടെ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്ന സമയത്ത്. പിന്നെ ഞാൻ കുറെ ഫോണുകളൊക്കെ എടുക്കുന്നത് ഇതുപോലെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ പർപ്പസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ സെൽ ഔട്ട് ചെയ്യാറുണ്ട്. ചിലതൊക്കെ ഞാൻ ഒരു 1 വീക്ക് 2 ആഴ്ച, ചിലത് ഒരു മന്തും, ഒരു മാസം കഴിഞ്ഞിട്ട് വിൽക്കും. അപ്പൊ അങ്ങനെ വിൽക്കാറുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കണ്ട. നമുക്ക് വീഡിയോ ചെയ്യാൻ പർപ്പസ് ആയിട്ട് നമുക്ക് ഫോൺ ആണല്ലോ, നമുക്ക് ആരും റിവ്യൂ യൂണിറ്റ് വേണം തയ്ച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു പാഷന്റെ പുറത്ത് എടുക്കണതാണ്. അതുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് കാശ് വേണ്ടി എടുക്കുന്നതല്ല. യൂട്യൂബിന്റെ പറയുന്നില്ല, അതിന് വല്ല ഡെയിലി വ്ളോഗും വല്ല കണ്ടുകാരുടെ പറയാം. അത് പോട്ടെ, അത് അങ്ങനത്തെ വല്ല കണ്ടന്റൊക്കെ ചെയ്യേണ്ടി വരും. പോട്ടെ. അപ്പൊ എന്തായാലും അത് പോട്ടെ. അപ്പൊ ഇതാണ് നിങ്ങൾ ആമസോണിൽ ഇതുപോലെ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം. പറയുമ്പോൾ ഞാൻ S23 അൾട്രയും ഞാൻ ആമസോണിൽ തന്നെ എടുത്തതാണ്. അതും നമുക്ക് പ്രീ ആക്ടിവേറ്റഡോ അല്ലെങ്കിൽ യൂസ്ഡ് ഫോണൊന്നല്ല കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഞാൻ ഈ പ്രോസസ്സും ചെയ്തത്. എന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടാണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പക്ഷേ S23 അൾട്ര ഇറങ്ങിയ സമയത്ത് അവരുടെ ഒഫീഷ്യൽ സാംസങ്ങിന്റെ ഷോപ്പിലും ഈ ഓഫർ ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി സാംസങ്ങിന്റെ റിംഗ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ സാംസങ്ങിന്റെ വെബ്സൈറ്റിൽ നിന്നാണ് ചെയ്തിരിക്കുന്നത്. സാംസങ് റിംഗ് അത് ആക്ച്വലി ആമസോണിലൊക്കെ ഭയങ്കര ലേറ്റ് ഡെലിവറി ഒക്കെ ആണെങ്കിൽ പിന്നെ ഓഫർ കിടിലൻ ഓഫർ ഇപ്പോൾ പോകുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 35,999 ആണ് അതിന്റെ പ്രൈസ് വരുന്നത്. ഇപ്പൊ നമുക്ക് ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടെങ്കിൽ 17,000 രൂപയ്ക്കാണ് ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടുന്നത്. അപ്പൊ എനിക്ക് കിട്ടിയത് 18 രൂപയ്ക്ക് സംതിങ് ആണ് റിംഗ് കിട്ടുന്നത്. എന്താ വെച്ചാൽ ഞാൻ ആക്ച്വലി എന്റെ സ്ലീപ്പ് ട്രാക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോർമലി വാച്ച് നമുക്ക് ഡെയിലി കൊണ്ടുനടക്കാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് ഉറങ്ങുമ്പോൾ ഒന്നും. ഞാനിപ്പോൾ സാംസങ് വാച്ചാണ് എൻ്റെ. നിങ്ങൾ അറിയാവുന്ന പോലെ തന്നെ കുറച്ച് കാലം മുമ്പേ ഞാൻ ഈ സ്മാർട്ട് വാച്ച് പരിപാടികൾ നിർത്തിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ റേഡിയേഷൻസും ഇതിനുണ്ട്, പക്ഷെ ഇതിന്റെ അത്ര ഇല്ല മാത്രമല്ല, വാച്ചിന് അത്ര ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സ്ലീപ്പ് ടൈമിലൊന്നും വാച്ച് ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ സ്ലീപ്പ് അത്ര കറക്റ്റ് ആകാത്തത് കൊണ്ടാണ് ട്രാക്കിംഗ് ഒക്കെ നോക്കാൻ വിചാരിച്ചത്. അപ്പൊ ഈ സാധനം കെട്ടിക്കിടന്ന് കഴിഞ്ഞതിന്റെ ഒന്നാമത് ലൈറ്റ് ഒക്കെ വരുമല്ലോ, അപ്പൊ അത് പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ടാണ് ഞാൻ റിംഗിലേക്ക് പോയത്. ആദ്യം ഞാൻ ഒരു ഗാബിറ്റോ അങ്ങനെ എന്തൊരു റിംഗ് ഞാൻ കണ്ടു. ഇന്ത്യൻ ബ്രാൻഡാണ്. നിറച്ച് കണ്ണി കണ്ട ക്രിക്കറ്റേഴ്സിനെയൊക്കെ വെച്ചിട്ട് അഡ്വർടൈസ് ചെയ്തിട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ അത് ഞാൻ വേണ്ട വെച്ചു. അപ്പോൾ അതിൽ മാർക്കറ്റിംഗാണ് ഇഷ്ടം പോലെ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ മാർക്കറ്റിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രൊഡക്റ്റ് തല്ലിപ്പൊളി ആയിരിക്കും. പിന്നെ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആണല്ലോ, മിക്കതവന്മാർ ചൈനീസ് സാധനങ്ങളായിരിക്കും. അപ്പോൾ ഞാൻ അത് വേണ്ട വെച്ചു. അതിൻ്റെ ചാർജിങ് കേസൊക്കെ കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നി. പറയുമ്പോൾ എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇതിന് 14 കാണിക്കുന്നുണ്ട്, ഇതിന് നമുക്ക് ഓഫർ കഴിഞ്ഞിട്ട് 18 കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ഇന്റർനാഷണൽ ബ്രാൻഡാണല്ലോ. പറയുമ്പോൾ അത് ഇന്ത്യൻ ബ്രാൻഡാണ്. എന്നാലും നമുക്ക് ഞാൻ കൊടുക്കുന്ന ക്യാഷിന്റെ വാല്യൂ നോക്കിയാൽ പോരെ, ഫുള്ളി നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാ ലാവ ഫോൺസ് പോയി വാങ്ങിക്കേണ്ടി വരും. പറയുമ്പോൾ എല്ലാം ചൈനീസ് ആണെന്ന് തന്നെയാണ് അവർ അടിച്ചു വെക്കുമ്പോൾ അത് ഇന്ത്യനാവും, അത്രേ ഉള്ളൂ.
അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സിംഗ് ആൾക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കിടക്കാണ്ട് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണ് എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ചെറുഫിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഇന്ന് നിങ്ങൾ സാംസങ് S24 അൾട്ര ആമസോൺ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ സാധനം ചെക്ക് ചെയ്യണമെന്നാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം തന്നെ, നിങ്ങൾ പാക്കേജ് വാങ്ങിക്കുമ്പോൾ നോർമൽ പാക്കേജ് ആണ്. ഞാൻ എന്തായാലും ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോസ് ഫുള്ളി നമ്മൾ ഇതിൽ ഇടുന്നുണ്ട്. അത് നിങ്ങൾ ഫുള്ള് കാണാൻ മറക്കണം. നമ്മൾ അതിൽ തന്നെ പറയുന്നുണ്ട് അല്ല. അപ്പൊ എന്തായാലും ഇതിപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഇത് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ എല്ലാം കൂടി നീണ്ടു വലിഞ്ഞു പോകും. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഇനി നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ, ഫുൾ അൺബോക്സിംഗ് വീഡിയോ ആമസോണിൽ നിന്ന് വന്ന ഫുൾ ബോക്സ് അടക്കം ഉള്ളത് നിങ്ങൾ എന്തായാലും കണ്ടിട്ട് വാട്ടാം. അപ്പോൾ അതായിരിക്കും നല്ലത്. അതിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാണിച്ചു തരാം. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ടൈറ്റാനിയം കളറാണെന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബോക്സ് ആണത്, കണ്ടു. ഡാമേജസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് വാട്ടാം. സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് അതിൽ മുന്നേ മെസ്സേജ് ചെയ്യാം. ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് നമ്മളതിൽ ഡീൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ ഡീൽസുകളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്, മറക്കണ്ട. ചെക്കൗട്ട് ചെയ്താൽ മതിട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടോ. ഇതാണ് നമ്മുടെ ആമസോണിൽ നിന്ന് വന്നിരിക്കുന്ന നമ്മുടെ S24 അൾട്രയുടെ പാക്കേജ്. നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടൊന്നുമില്ല. എന്തായാലും നമ്മൾ ഈ വീഡിയോൻ്റെ ഇതിൽ കൂടെ തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാക്കേജ്. ടാമ്പേർഡും കാര്യങ്ങളൊന്നും കാണാനൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ചെറിയൊരു ഹോള് കാണുന്നുണ്ട്, അല്ലാണ്ട് പക്ഷേ ഉള്ളിൽ വേറെ നമുക്കൊരു പാക്കേജ് ബോക്സ് വരുന്നുണ്ട്. അപ്പോൾ വേറെ ടാമ്പറിങ് കാര്യങ്ങളൊന്നും കാണാനൊന്നുമില്ല. എന്താ ഫുള്ള് നമുക്ക് എന്തായാലും ഇതെല്ലാം കാണിക്കാൻ വെച്ചാൽ നമ്മൾ സെയിൽസ് ടൈമിൽ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അതുപോലെ നല്ല സൂക്ഷിച്ച് വേണം വാങ്ങിക്കാൻ. ഞാൻ ഇത് ഫ്ലിപ്കാർട്ടൊക്കെ ആണെങ്കിൽ ഞാൻ ശരിക്കും വാങ്ങിക്കുകയില്ല. ആമസോൺ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെയും റിസ്ക് എടുത്ത് വാങ്ങിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ S23 അൾട്രയും ഇതുപോലെ സെയിൽസ് ടൈമിൽ തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ആമസോൺ അന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകുന്നില്ല. ആക്ടിവേറ്റഡ് ഒന്നും ഡിവൈസൊന്നും നല്ല കിട്ടിയത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഇവിടെ നല്ല പൊളിച്ചു തുടങ്ങണം. അത് പൊള്ളിച്ചിട്ടുണ്ടാവില്ല, ജസ്റ്റ് വലിഞ്ഞിട്ടുണ്ടാകുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പാക്കേജിലാണ് നമുക്ക് സാധനം കിട്ടുന്നത്. ഇതും ഓപ്പൺ ഇവിടെ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ കിടക്കുന്നത്. എന്തായാലും നോക്കി നോക്കാം. ഇതാ അതിൻ്റെ പാക്കേജ് ഇരിക്കുന്നുണ്ട്. ന്യൂ ഐറ്റം ടൈറ്റാനിയം ഗ്രേ 112 256 GB ബോക്സ് വലിയ കുഴപ്പമില്ലാത്ത ബോക്സാണ്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. പിന്നെന്താ മാനുഫാക്ചറിങ് സംഭവങ്ങളൊക്കെ നോക്കി നോക്കാം. നമുക്ക് ഓഗസ്റ്റ് 2025 മാനുഫാക്ചർ ചെയ്തതാണ് കേട്ടോ. 2025 അത് പഴയ സംഭവമല്ല. എന്തായാലും നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. എന്ന് വെച്ചാൽ ഈ സ്റ്റിക്കറൊക്കെ നമുക്ക് ആർക്കും വേണമെങ്കിൽ പിന്നെ പൊട്ടിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ആപ്പിളിൻ്റെയും ഐഫോണിൻ്റെയും ഈ സാധനമൊക്കെ നമുക്ക് സുഖമായിട്ട് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഈ സീലിന് നോക്കിയൊരു കാര്യമൊന്നുമില്ല. എന്തായാലും നമുക്ക് ആക്ടിവേറ്റ് ചെയ്തിട്ട് നോക്കേണ്ടി വരും. എന്തായാലും നമുക്ക് സാധനം പൊട്ടിക്കാം. ബോക്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇതാണ് ബോക്സ് വന്നിരിക്കുന്നത്. ഞാൻ ഓർഡർ ചെയ്ത കളർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കറക്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ഒന്നും ഉണ്ടാവില്ലല്ലോ. നമ്മുടെ എന്താ പറയുക സിം ഇജക്ടർ ടൂളും അതുപോലെ തന്നെ നമ്മുടെ ഒരു വയറും സംഭവമൊക്കെ ഇരിക്കുന്നുണ്ട്. വയറൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ ഇൻടാക്റ്റ് തന്നെയാണ്. എന്തായാലും എടുത്ത് നോക്കി നോക്കാം. ഇൻടാക്റ്റ് തന്നെയാണ് സിം ഇജക്ടർ പിന്നെ. അപ്പോൾ അതൊന്നും ഞാൻ എടുക്കുന്നില്ല തൽക്കാലം. അതൊക്കെ നമുക്ക് അവിടെ തന്നെ വയ്ക്കാം. എന്തായാലും അവിടെ തന്നെ ഇരുന്നോട്ടെ. ഫോൺ എന്തായാലും നമുക്ക് സെപ്പറേറ്റ് എടുക്കാം. അതിലെന്തായാലും ഫോൺ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഗ്രേഷ് കളറാണ്, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ടൈറ്റാനിയം കളറാണത്. അപ്പോൾ ഇത് കറക്റ്റ് ഇൻടാക്റ്റ് അല്ല കേട്ടോ. നോക്കി നോക്കാം, പണി കിട്ടിയാന്ന് സംശയം. ഇത് കറക്റ്റ് ആയിരുന്നില്ല. ഇത് എന്താ പറയുക, ഇതിൻ്റെ നിങ്ങൾ കണ്ടല്ലോ, ഇത് കറക്റ്റ് അലൈൻമെൻറ്റ് ആയിരുന്നില്ല. എന്തായാലും നമുക്ക് ഓൺ ചെയ്ത് നോക്കി നോക്കാം. ഓൺ ചെയ്തിട്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും സംഭവം എന്തായാലും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും വീഡിയോ പർപ്പസിന് എടുത്തല്ലോ നമ്മൾ എന്തായാലും. എന്ന് വെച്ചാൽ ആമസോണിൽ നമുക്ക് ഇതൊന്നും ഇല്ല, എന്താ ചാർജും ഇല്ല. ഇതാ ഓണായിട്ടുണ്ട്. ഡാമേജസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് എന്തായാലും ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് ഫുൾ ചെക്ക് ചെയ്യേണ്ടത് പോലെ നിങ്ങൾ ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ, പ്രത്യേകിച്ച് സെയിൽസ് ടൈമിൽ വാങ്ങിക്കുമ്പോൾ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യേണ്ട സംഭവങ്ങളാണ് അതൊക്കെ. സിം ചെക്ക് ചെയ്ത് ഡാമേജസും കാണാനൊന്നും കാണാനൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഒരു BSNL സിം ഉണ്ട് ഓൾറെഡി. അതെന്തായാലും ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിക്സെല്ലാം ഞാൻ ഇട്ടേക്കുന്നത്. എൻ്റെ വേറെ BSNL സിമ്മും ഉണ്ട്. അപ്പോൾ ഞാനത് ഇതൊക്കെ എഗ്രി ഓപ്ഷൻ ഒന്നും വേണ്ട. നമ്മുടെ ഇത് സെറ്റപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ നമ്മുടെ പിക്സൽ 10 നമ്മളിത് കുറേ സംഭവങ്ങളൊക്കെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യായിരുന്നു. ഇനി മാറ്റാൻ കുറേ ഉണ്ട്. എന്താ വെച്ചാൽ നമുക്ക് അറിയണമല്ലോ, നമ്മൾ എന്തായാലും ഇതുപോലെ ഓൺലൈൻ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുണ്ടെന്ന്. ആക്ച്വലി എന്തായാലും നമുക്ക് ആമസോൺ നമുക്ക് ഓപ്പൺ ബോക്സ് ഡെലിവറി ഒന്നുമല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ വീഡിയോ എടുത്ത് വയ്ക്കുക. അത് നിർബന്ധമായിട്ട് എടുത്ത് വയ്ക്കുക. വീഡിയോ ഫുൾ അൺബോക്സിങ് സംഭവങ്ങളൊക്കെ വീഡിയോ എടുത്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഓൾറെഡി ഓപ്പൺ ബോക്സ് അല്ല ഓപ്പൺ ചെയ്ത ബോക്സും യൂസ്ഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ കണ്ടാൽ തന്നെ കുറേയൊക്കെ അറിയാം. അപ്പോൾ ഞാൻ ആക്ച്വലി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫോൺ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 90% കൺഫേം ആയിട്ടുണ്ടായിരുന്നു ഇത്
ഫ്രഷ് പീസ് തന്നെയാണെന്ന്. പിന്നെ നിങ്ങൾ മാനുഫാക്ചറിങ് ഡേറ്റ് നോക്കാൻ മറക്കരുത്. കണ്ടോ, ലേറ്റസ്റ്റ് ആണ്. ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ അത്ര വലിയ പഴയതൊന്നുമല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആക്ച്വലി പിന്നെ നമ്മൾ സാംസങ് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ അതൊന്ന് അൺലോക്ക് ചെയ്യട്ടെ. സാംസങ് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ഇങ്ങനെ ഹോം പേജിൽ വരുമല്ലോ, അതിൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ തന്നെ സാംസങ് അക്കൗണ്ടിൽ നമ്മുടെ പേരും കാണാനൊക്കെ കാണാം. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഡിവൈസിനും കാണാനൊക്കെ കാണാം. അപ്പോൾ അതിൽ നമ്മുടെ ഡിവൈസസിൽ പോവാം. അപ്പോൾ നിങ്ങളിൽ സാംസങ്ങിലുള്ള ഏതൊക്കെ ഉണ്ട് അതൊക്കെ കാണാം. അതിൽ ഇപ്പോൾ എൻ്റെ ടാബ് കാണിക്കുന്നുണ്ട്, എൻ്റെ സ്മാർട്ട് മോണിറ്റർ കാണിക്കുന്നുണ്ട്, പിന്നെ വേറെ കാണിക്കുന്നുണ്ട്, അത് ഇന്നാക്റ്റീവായി കിടക്കുന്നത്. അപ്പോൾ ഈ ഡിവൈസിനുള്ളിൽ പോയിട്ട് താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് ഡിവൈസ് തന്നെ കാണാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടു സാംസങ് S24 രജിസ്റ്റേർഡ് ടൈം 27/9/2020, അതായത് ഇന്ന്. അപ്പോൾ ഇത് പുതിയ സാധനം തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള എൻ്റെ സാധനത്തിൻ്റെ ഒക്കെ അത് കാണിക്കുന്നുണ്ട് കണ്ടു. അപ്പോൾ വാറണ്ടി ഇഷ്യൂ ഒന്നുമില്ല, ഫ്രഷ് സാധനം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഇത് ആമസോണിൽ വാങ്ങിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ഒന്നാമത് അറിയുന്ന പോലെ ഇപ്പോൾ സാംസങ്ങിൻ്റെ അല്ല, ഇപ്പോൾ ആമസോണിൽ ഇപ്പോൾ ഡെലിവറി ഒക്കെ ഭയങ്കര ലേറ്റാണ്. ഞാൻ ആ ഡെലിവറി നമ്മുടെ സെയിൽസ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഓർഡർ ചെയ്ത സാധനമാണ് ഇപ്പോഴാണ് നമുക്ക് കിട്ടണത്, പറയുമ്പോൾ പ്രൈം മെമ്പറൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സാധനം കിട്ടുമ്പോൾ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ പോയിട്ടും ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇതിൽ ഗൂഗിൾ ക്രോമൊന്നും ഇല്ല. ഇപ്പോൾ സാംസങ് ഇൻ്റർനെറ്റിൽ തന്നെ കയറാം. സാംസങ് IEMI ചെക്ക് കൊടുക്കുക, വെബ്സൈറ്റിലേക്ക് പോവുക. ഫോണിൻ്റെ ടാബ്ലറ്റിൻ്റെ IMI അവരുടെ വെബ്സൈറ്റിലുണ്ട്. ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇഷ്ടം പോലെ ഇതുപോലെ വെബ്സൈറ്റുകളുണ്ട് കേട്ടോ. അതിൽ നിങ്ങൾക്ക് ഫൈൻഡ് യുവർ IMI ഫൈൻഡ് ചെയ്യുക. ഇത് ഇന്ത്യൻ സൈറ്റിലേക്ക് പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യൻ സൈറ്റ് അല്ല, അതോടെ ചുറ്റിപ്പോയി. അപ്പോൾ അത് കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് IMI കോപ്പി ചെയ്തിട്ട് അതിൽ അടിച്ചു കൊടുത്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വെബ്സൈറ്റുകളുണ്ട് കണ്ടു. ഇപ്പോൾ ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇഷ്ടം പോലെ വെബ്സൈറ്റുകളുണ്ട്. അതിൽ കൂടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ഇവരുടെ ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ അതിൽ തന്നെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൽ പോയാലും മതിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ ചെക്ക് ചെയ്യാനുള്ള സംഭവങ്ങൾ. സാംസങ് കെയർ പ്ലസ് നിങ്ങൾക്ക് വേണമെങ്കിൽ 1030 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എക്സ്റ്റൻഡ് വാറണ്ടി കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. എന്തായാലും S24 സീരീസുകൾക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അതാ നമ്മുടെ അത് ഓൾറെഡി ഒരു ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ IMI നമ്പർ ഇതിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ പ്ലാൻസ് അവൈലബിൾ കാണിക്കുന്നുണ്ടോ. നമ്മുടെ IMIയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോംപ്രഹെൻസീവ് 2 കൊല്ലത്തെ ഡിവൈസ് പ്രൊട്ടക്ഷൻ പ്ലാൻ എടുക്കാം. 15,000 രൂപയാണ്. സ്ക്രീൻ പ്രൊട്ടക്ഷൻ പ്ലാൻ 1 ഇയർ 5,400 രൂപ. പിന്നെ ആക്സിഡൻ്റൽ ഡാമേജും ലിക്വിഡ് ഡാമേജ് പ്രൊട്ടക്ഷനൊക്കെ 8,000 റുപ്പീസ്. എക്സ്റ്റൻഡ് വാറണ്ടി ആണെങ്കിൽ 6,990 ഒരു കൊല്ലത്തേക്ക് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കൂടുതലാണ്, നമുക്ക് ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാണ്. ഇതെന്തായാലും ഞാൻ എൻ്റെ എന്താ പറയുക ഫോട്ടോ എടുത്തിട്ട് എൻ്റെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. എന്താ വെച്ചാൽ S24 Ultra ആണ്. S25 Ultra ആയാലും കാണിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ അപ്പോൾ ഓൾറെഡി 1 ഇയർ ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതുപോലെ ആമസോൺ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഭവങ്ങളാണ് ഞാൻ കാണിച്ചു തന്നെ കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഓപ്പൺ ബോക്സ് ഡെലിവറി അല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്യൂ ഇല്ല. നമ്മുടെ റൂമിൽ വന്നിട്ട് എന്താ പറയുക ക്യാമറയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ ഫോൺ എടുത്ത് വെച്ചിട്ട് ഫുള്ളി നമ്മുടെ വന്ന ബോക്സ് ഫുള്ളി കാണിക്കുക. അതേപോലെ ഓപ്പൺ ചെയ്യുന്നതും കാണിക്കുക, അൺബോക്സ് ചെയ്യുന്നതും കാണിക്കുക. നിങ്ങൾക്ക് ഓൾറെഡി കുറേയൊക്കെ ഒരു 50% 60% നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ യൂസ്ഡ് ഫോൺ ആണെങ്കിലും സംഭവമൊക്കെ അറിയാൻ പറ്റും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി നമ്മുടെ ഇതിൻ്റെ പ്രൊസീജിയറൊക്കെ കാണിക്കുക. സൈൻ ഇൻ ചെയ്യുമ്പോൾ സാംസങ് അക്കൗണ്ട് ചോദിക്കും. സാംസങ് അക്കൗണ്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ലോഗിൻ പേജ് ഓപ്പൺ ഹോം സ്ക്രീൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ളിൽ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന സാംസങ്ങിൻ്റെ സെറ്റിങ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ രജിസ്റ്റേർഡ് ഡിവൈസ് കാണിക്കാം. അതിൽ എന്നാ രജിസ്റ്റർ ചെയ്തെന്ന് കാണിക്കുന്നുണ്ട്. ആ ഡേറ്റ് നോക്കിയാൽ മതിയിട്ടാണ്. ഇപ്പോൾ ഓൾറെഡി പ്രീ ആക്ടിവേറ്റ് ചെയ്ത ഡിവൈസൊക്കെ ആണെങ്കിൽ അതിൽ ഡേറ്റ് സെപ്പറേറ്റ് വേറെ കാണിക്കുക. എന്നുവെച്ചാൽ മുമ്പ് ചിലപ്പോൾ ഒരു മാസത്തിന് മുമ്പായിരിക്കും, ചിലപ്പോൾ 5 ദിവസത്തിന് മുമ്പായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ സർവീസ് കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്താൽ മറക്കണ്ട. എന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോ പ്രൂഫ് ഉണ്ട്, എന്ന് വെച്ചാൽ ഓപ്പൺ ബോക്സ് ഒന്നുമല്ല. അപ്പോൾ ശ്രദ്ധിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങളിത് ഏത് ഡിവൈസ് ആയിക്കോട്ടെ, എന്ത് ഫോൺ ആയിക്കോട്ടെ, നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ എടുത്ത് വയ്ക്കാൻ മറക്കരുത്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യട്ടെ. പ്രത്യേകിച്ച് നിങ്ങൾ കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് നല്ല ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിൻ പറയാൻ കാരണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ സംഭവങ്ങളൊന്നും കാണിക്കേണ്ട. നമ്മുടെ എന്താ പറയുക ഫോട്ടോ പ്രൂഫ് അല്ലെങ്കിൽ എന്താ പറയുക ഇമേജസും കാര്യങ്ങളൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് സാധനം നല്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടിലാണ്. അതിൽ കുറേ എപ്പോഴും സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സാംസങ് സ്വിച്ച് എന്ന് പറഞ്ഞ ആപ്പിൽ കൂടെയാണ് ഇവർ ആക്ച്വലി നിങ്ങൾക്ക് ഓൾറെഡി വേറെ ഫോൺ ഉണ്ടെങ്കിൽ അതിൽ ഷെയർ ചെയ്യുന്നത്. അത് ആക്ച്വലി ഐഫോൺ ആയാലും നമുക്ക് പറ്റും. സാംസങ് സ്വിച്ച് എന്ന ആപ്പ് ഐഫോണിലും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഐഫോണിൽ നിന്ന് സാംസങ്ങിലേക്ക് മൂവ് ചെയ്യാൻ ഈസി പരിപാടി ഉണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ ആൻഡ്രോയിഡ് ഡിവൈസിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ സാംസങ് അല്ല നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ സാധനത്തിലേക്ക് പോകണം. അതാകുമ്പോൾ ഇത്രയും കറക്റ്റ് ഫുള്ളി കോപ്പി ആവുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിലാകുമ്പോൾ നമുക്ക് വാട്സപ്പ് എല്ലാം കറക്റ്റായിട്ട് തന്നെ ബാക്കപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്ത് കിട്ടും. അതൊരു നല്ല പരിപാടിയാണ്. പിന്നെ ഇതിൽ ബ്ലോട്ട് വെയർസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ കുറേയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ അതിന് ഇത് ചെയ്തതാണ്.
ബ്ലൂടൂത്ത് പറയാനുള്ളത് നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഓൾറെഡി ഇൻബിൽഡായിട്ട് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വരുന്നുണ്ട്. അതുപോലെ യൂട്യൂബ് മ്യൂസിക്, അത് ഞാൻ ബ്ലൂടൂത്ത് എന്ന് പറയാൻ പറ്റില്ല. സ്പോട്ടിഫൈ, ഇതൊന്നും ബ്ലൂടൂത്ത് എന്ന് പറയാൻ പറ്റില്ല, തേർഡ് പാർട്ടി ആപ്പുകളാണ്. ഫേസ്ബുക്ക്, ഇതൊന്നും ഫേസ്ബുക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ, നിർത്തി ഫേസ്ബുക്ക് ഞാൻ. പിന്നെ സാംസങ് ഫ്രീയൊക്കെ അവർ തന്നെയാണ്. ഫ്ലിപ്കാർട്ടും ഇതൊക്കെ ഞാൻ മറ്റേന്ന് കോപ്പി ചെയ്തപ്പോൾ ഇൻസ്റ്റാൾ ആയേക്കുന്നതാണ്, ബാക്കി ഓൾമോസ്റ്റ് എല്ലാം. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്നുള്ളൂ, വേറെ സെപ്പറേറ്റ് ഒന്നും കാണാനില്ല. ഇനിയിപ്പോൾ അത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, അത് വേറെ കാര്യം. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാട്ടാ, അടുത്ത കാണാം, ബൈ. അതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ സംഭവങ്ങളൊന്നും കാണിക്കേണ്ട, നമ്മുടെ എന്താ പറയുക ഫോട്ടോ പ്രൂഫ് അല്ലെങ്കിൽ എന്താ പറയുക ഇമേജസും കാര്യങ്ങളൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് സാധനമൊന്നുമല്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീലാണ്. അതിൽ കുറേ എപ്പോഴും സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സാംസങ് സ്വിച്ച് എന്ന് പറഞ്ഞ ആപ്പിൽ കൂടെയാണ് ഇവർ ആക്ച്വലി നിങ്ങൾക്ക് ഓൾറെഡി വേറെ ഫോൺ ഉണ്ടെങ്കിൽ അതിൽ ഷെയർ ചെയ്യുന്നത്. അത് ആക്ച്വലി ഐഫോൺ ആയാലും നമുക്ക് പറ്റും. സാംസങ് സ്വിച്ച് എന്ന ആപ്പ് ഐഫോണിലും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഐഫോണിൽ നിന്ന് സാംസങ്ങിലേക്ക് മൂവ് ചെയ്യാൻ ഈസി പരിപാടി ഉണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ ആൻഡ്രോയിഡ് ഡിവൈസിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ സാംസങ് അല്ല നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ സാധനത്തിലേക്ക് പോകണം. അതാകുമ്പോൾ ഇത്രയും കറക്റ്റ് ഫുള്ളി കോപ്പി ആവുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിലാകുമ്പോൾ നമുക്ക് വാട്സപ്പ് എല്ലാം കറക്റ്റായിട്ട് തന്നെ ബാക്കപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ റിസ്റ്റോർ ചെയ്ത് കിട്ടും. അതൊരു നല്ല പരിപാടിയാണ്. പിന്നെ ഇതിൽ ബ്ലോട്ട്വെയർസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ കുറേയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതിൽ അതിന് ഇത് ചെയ്തതാണ്. ബ്ലൂടൂത്ത് എന്ന് പറയാനുള്ളത് നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഓൾറെഡി ഇൻബിൽഡായിട്ട് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വരുന്നുണ്ട്. അതുപോലെ യൂട്യൂബ് മ്യൂസിക്, അത് ഞാൻ ബ്ലൂടൂത്ത് എന്ന് പറയാൻ പറ്റില്ല. സ്പോട്ടിഫൈ, ഇതൊന്നും ബ്ലൂടൂത്ത് എന്ന് പറയാൻ പറ്റില്ല, തേർഡ് പാർട്ടി ആപ്പുകളാണ്. ഫേസ്ബുക്ക്, ഇതൊന്നും ഫേസ്ബുക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ, നിർത്തി ഫേസ്ബുക്ക് ഞാൻ. പിന്നെ സാംസങ് ഫ്രീയൊക്കെ അവർ തന്നെയാണ്. ഫ്ലിപ്കാർട്ടും ഇതൊക്കെ ഞാൻ മറ്റേന്ന് കോപ്പി ചെയ്തപ്പോൾ ഇൻസ്റ്റാൾ ആയേക്കുന്നതാണ്, ബാക്കി ഓൾമോസ്റ്റ് എല്ലാം. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്നുള്ളൂ, വേറെ സെപ്പറേറ്റ് ഒന്നും കാണാനില്ല. ഇനിയിപ്പോൾ അത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, അത് വേറെ കാര്യം. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ, അടുത്ത കാണാം.